നമസ്കാരം. അഭിമുഖത്തിനിടെ നടി ഹന്ന റജി കോശിയോട് അവതാരക കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചതും ഇതിനെതിരെ നടി പ്രതികരിച്ചതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഹന്നയും സഹതാരം അഷ്കർ സൗദാനും അഭിമുഖത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. അവതാരകയുടെ ചോദ്യത്തിനെതിരെ വ്യാപക വിമർശനമുയർന്നു. മാത്രമല്ല, നടിക്ക് പിന്തുണയും സോഷ്യൽ മീഡിയയിൽ നൽകുന്നുണ്ട്. എന്നാൽ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ ഭാഗമാണ് ഇതെന്നും എല്ലാം സ്ക്രിപ്റ്റഡായി നടത്തിയെന്നാണ് ആരോപണം ഉയർന്നിരുന്നത്. എന്നാൽ ഇതിൽ നടി ഹന്ന റജി തന്നെ ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുകയാണ്. അഭിമുഖം സ്ക്രിപ്റ്റഡ് ആയിരുന്നില്ലെന്നും നടന്നത് പ്രാങ്ക് അല്ലായിരുന്നുവെന്നും വ്യക്തമാക്കിയ ഹന്ന, അവതാരക ചോദിച്ചത് തെറ്റായ ചോദ്യമായിരുന്നുവെന്നും പറഞ്ഞു. എന്ത് ചോദിച്ചാലും മറുപടി പറയാമോ എന്ന് അഭിമുഖത്തിന് മുൻപേ അവതാരക ചോദിച്ചിരുന്നു. പക്ഷേ ഇത്തരമൊരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. ആ ചോദ്യം ഉചിതമായിരുന്നില്ല. റീച്ച് കിട്ടാൻ വേണ്ടിയായിരിക്കും അവർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. പക്ഷേ ചോദ്യം ചോദിച്ച രീതി വേദനിപ്പിച്ചു. ആദ്യം പ്രതികരിക്കുന്നില്ലെന്ന് കരുതി. പക്ഷേ എൻ്റെ നിലപാട് എനിക്ക് വ്യക്തമാക്കണമായിരുന്നുവെന്നും ഹന്ന പറഞ്ഞു. സിനിമയിൽ അവസരം കിട്ടുന്നത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണോ എന്നായിരുന്നു അവതാരക ചോദിച്ചത്. അങ്ങനെയൊന്നും ഇല്ലെന്ന് അഷ്കർ മറുപടി നൽകിയപ്പോൾ താൻ ചോദിക്കുന്നത് ഹന്നയോടാണ് എന്നായിരുന്നു അവതാരക. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല, എന്താണ് അങ്ങനെ ചോദിച്ചതെന്ന് ഹന്ന ചോദിച്ചു. ഇതോടെ ഹന്ന അങ്ങനെയാണോ സിനിമയിൽ കയറിയത് എന്ന് അവതാരക ചോദിച്ചു. നിങ്ങൾ അങ്ങനെയാണോ എന്ന് ഹന്ന തിരിച്ചും ചോദിച്ചു. എല്ലാ മേഖലകളിലും ആണെന്നും പെണ്ണെന്നുമില്ല, എല്ലാവരും ചൂഷണം ചെയ്യാറുണ്ടെന്നും ഹന്ന മറുപടി നൽകി. എന്ത് ചോദ്യമാണെന്ന് അഷ്കറും തിരിച്ചു ചോദിച്ചു. ഇതൊരു പബ്ലിക് ചാനലാണ്, എന്നിട്ടാണോ ഇങ്ങനെ ചോദിക്കുന്നത്? എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ കാണുന്ന പ്രേക്ഷകർ എന്ത് വിചാരിക്കും എന്നെ പറ്റിയെന്നും ഹന്ന പറയുന്നുണ്ട്. DNA എന്ന സിനിമയുടെ പ്രമോഷൻ അഭിമുഖത്തിനിടയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കുപിതയായ ഹന്ന മൈക്ക് വലിച്ചൂരി അഭിമുഖം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. ഹന്നയ്ക്കൊപ്പമുണ്ടായിരുന്ന നടൻ അഷ്കർ സൗദാനും ഇറങ്ങിപ്പോയിരുന്നു. ഒരു പെൺകുട്ടിയോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് അവതാരക ചോദിച്ചതെന്ന് അഷ്കർ സൗദാനും പ്രതികരിച്ചു. ഒരാളോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് ആ അവതാരക ഹന്നയോട് ചോദിച്ചത്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ പ്രതികരിക്കാതെ തരമില്ലായിരുന്നു. ഞങ്ങൾ പ്രതികരിച്ച് ഇറങ്ങിപ്പോന്നു. ഒരു പെണ്ണിനോട് മറ്റൊരു പെണ്ണ് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം. എല്ലാ മേഖലയിലും നല്ലതും ചീത്തയുമുണ്ട്. ടാലൻറ്റും വ്യക്തിത്വവും കൊണ്ടാണ് ഹന്ന ഈ മേഖലയിൽ നിൽക്കുന്നത്. മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ആരും ഇവർ പറഞ്ഞതുപോലെ അല്ലല്ലോ വരുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ഞങ്ങളെ വളരെയധികം വേദനിപ്പിച്ചു. അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ചോദിച്ചതാകാം. അതിനെപ്പറ്റി കൂടുതൽ പറയാൻ താല്പര്യമില്ലെന്നും അഷ്കർ വ്യക്തമാക്കിയിരുന്നു. അധികം സിനിമകൾ അഭിനയിച്ചിട്ടില്ലെങ്കിലും മലയാളി പ്രേക്ഷകർക്ക് ഏറെ പരിചിതമായ മുഖമാണ് ഹന്ന റജി കോശിയുടേത്. കൂമൻ എന്ന സിനിമയിലെ താരത്തിൻ്റെ പ്രകടനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മോഡലിംഗിൽ സജീവമായ ഹന്ന 2016 ഡാർവിൻ്റെ പരിണാമം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. ഇതിനിടെ അവതാരകയും തൻ്റെ ഭാഗം ന്യായീകരിച്ച് രംഗത്തെത്തിയിരുന്നു. താൻ അവതാരക എന്നതിനൊപ്പം സിനിമയിൽ അഭിനയിക്കുക എന്ന പാഷനും കൊണ്ടു നടക്കുന്ന ആളാണ്. ഒരുപാട് ഓഡീഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് അവസാന നിമിഷം അഡ്ജസ്റ്റ്മെൻറ്റ് കോളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അഭിനയിക്കാനുള്ള സ്വപ്നം താൻ ഉപേക്ഷിക്കുന്നത്. അറിയപ്പെടുന്ന പലരിൽ നിന്നും ആ ചോദ്യം നേരിട്ടിട്ടുണ്ട്. തനിക്ക് മാത്രമല്ല, ഈ സ്വപ്നവുമായി പോകുന്ന പല പെൺകുട്ടികൾക്കും ഇത്തരം ചോദ്യം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് അവതാരക പറയുന്നത്. ഹന്ന ബോൾഡാണെന്ന് മനസ്സിലാക്കിയാണ് ആ ചോദ്യം ചോദിച്ചത്. ബോൾഡ് അല്ലായിരുന്നുവെങ്കിൽ ചോദിക്കില്ലായിരുന്നു. അവർക്ക് ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകളുണ്ട്. അവർ ചോദ്യം ചോദിക്കാൻ അനുയോജ്യയാണെന്ന് തോന്നി. പക്ഷേ അവർ കുറച്ചു നേരം നിശബ്ദയായിപ്പോയി. അവർ എന്നിൽ നിന്നും ആ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. മിണ്ടാതിരുന്നപ്പോൾ എൻ്റെ പഴയ കാര്യങ്ങൾ എന്നെ ട്രിഗർ ചെയ്തുവെന്നും അവതാരക വ്യക്തമാക്കിയിരുന്നു.